ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ വ്ളോഗ് എടുക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. രാവിലെ ഞാൻ നൂഡിൽസാണ് കഴിച്ചത്. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാനൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഉച്ചക്കത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. രാവിലെ കുട്ടികൾക്ക് മാഗി മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുട്ടികൾ മാഗി കഴിക്കുകയാണെങ്കിൽ എനിക്കും കൂടി എന്തുകൊണ്ട് മാഗി കഴിച്ചുകൂടാ, അതാകുമ്പോൾ പണി എളുപ്പമുണ്ടല്ലോ. വേറെ കാര്യമായിട്ട് കറികളും പലഹാരങ്ങളൊന്നും ഉണ്ടാക്കണം. പലഹാരം ഉണ്ടാക്കുന്നത് വലിയൊരു ടാസ്ക്കാണ്. എന്നെ സംബന്ധിച്ച് പലഹാരം വേണം, എല്ലാ കറിയും വേണം. അപ്പോൾ മാഗി ആകുമ്പോൾ പെട്ടെന്ന് എളുപ്പപ്പണിയല്ലേ. കുട്ടികൾ കഴിച്ചുകൊണ്ടെന്നാൽ എനിക്കും അത് കഴിച്ചുകൂടെ എന്ന് ആലോചിച്ച് ഞാനും എന്നാൽ മാഗി കഴിക്കാൻ തീരുമാനിച്ചു. വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നല്ല മടി കാരണം ഇന്ന് ഞാൻ മാഗി കൊണ്ട് ഒപ്പിച്ചു. ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളോ ഇങ്ങനെ റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. എന്നു വെച്ചാൽ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഒരു 5 മണി 5:30 ആകുമ്പോൾ എണീക്കണം. മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണം, അവർക്ക് ലഞ്ച് കൊടുത്തു വിടണം. അപ്പോൾ എന്തായാലും ഒരു 5 5:30 ആകുമ്പോൾ ഞാൻ എണീക്കേണ്ടി വരും. ഇപ്പോഴാകുമ്പോൾ 8:30 9 മണി അങ്ങനെയൊക്കെയാണ്, സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ അതൊന്നും പറ്റത്തില്ല. അത് ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അപ്പം മാക്സിമം ഈ സമയം എൻജോയ് ചെയ്ത് ഉറങ്ങുക. വീഡിയോ ഒരു വഴിക്ക് പോകുന്നു, എൻ്റെ സംസാരം വേറൊരു വഴിക്ക് പോകുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഫ്രീ ആയിട്ടിരുന്ന സമയത്ത് പച്ചക്കറികൾ മേടിച്ചപ്പോൾ എല്ലാം അരിഞ്ഞൊരു ബോക്സിനകത്താക്കി എല്ലാ പച്ചക്കറികളും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ ഓർത്ത് വളരെ തിരക്കില്ലാത്തൊരു ദിവസം. എന്നാന്ന് വെച്ചാൽ എല്ലാം പയ്യെ ചെയ്താൽ പിന്നെ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് സാവധാനത്തിൽ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ചോറ് വിറകടുപ്പായിരുന്നു, അത് വെന്തു. അപ്പോൾ വിറകടുപ്പിൽ തന്നെ ഞാൻ അച്ചിങ്ങ മെഴുക്കുവരട്ടി വെക്കാമെന്ന് ആലോചിച്ച് അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പോൾ തേങ്ങ പൊട്ടിച്ചപ്പോഴത്തേക്കും തേങ്ങ ഇങ്ങനെ തൊണ്ടേന്ന് വിട്ട് വന്നു. എന്നാൽ കുറച്ച് തേങ്ങയും കൂടെ തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് അടിച്ച് നല്ല രീതിക്ക് വെക്കാം. നല്ല രീതിക്ക് എന്നല്ല, മിക്കവാറും ഞാൻ തേങ്ങാക്കൊത്ത് ചേർക്കാറുണ്ട്. അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് വെക്കാം. അപ്പോൾ ഇന്ന് ഞാൻ സവോളയൊന്നും ചേർക്കുന്നില്ല. വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ ചതച്ച് വറ്റൽമുളകും കൂടെ ചേർത്ത് അതിൻ്റെ തേങ്ങാക്കൊത്തും എല്ലാം കൂടെ ചേർത്തിട്ടാണ് മെഴുക്കുവരട്ടി വെക്കുന്നത്. അപ്പോൾ അത് വിറകടുപ്പിലായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി പോകുന്നു. പിന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന പാവയ്ക്കത്തീയിലാണ്. അപ്പം തേങ്ങ വറക്കണം, അതുപോലെ തന്നെ പാവയ്ക്ക ഒന്ന് വഴറ്റണം. അത് രണ്ടും കൂടെ ഒരുമിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി അടുപ്പേ കൊണ്ട് രണ്ടിനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അടുക്കള ജോലികളൊക്കെ എളുപ്പമാക്കാൻ വേണ്ടി ഞാനിങ്ങനെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെക്കാറുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊക്കെ നന്നാക്കി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെക്കാറുണ്ട്. പിന്നെ ചുവന്നുള്ളി ഉണ്ടെങ്കിൽ അതൊക്കെ പൊളിച്ചിങ്ങനെ അതൊക്കെ ബോക്സിനാക്കി വെക്കും. അപ്പോൾ പിന്നെ കേടായി പോകത്തുമില്ല. പിന്നെ നമുക്ക് രാവിലെ എണീറ്റിട്ടൊരു ടെൻഷനില്ല, അയ്യോ ഇനി അത് അരിയണം, പച്ചക്കറി അരിയാനൊക്കെ നേരം വേണമല്ലോ. അപ്പോൾ അതിനുള്ളൊരു ടെൻഷൻ ഇല്ലാതെ ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടി ഞാനിങ്ങനെയാണ് ചുമ്മാ ഇരിക്കുന്ന സമയത്ത് എല്ലാം അരിഞ്ഞ് ക്ലീൻ ചെയ്തൊക്കെ വെക്കും. അപ്പോൾ പിന്നെ കഴുകി നമുക്കത് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ ചെയ്ത് വെക്കും. അപ്പോൾ അതുകൊണ്ട് ജോലി കുറച്ചുകൂടി എളുപ്പമാണ്. പിന്നെ പാവയ്ക്ക വഴറ്റാൻ വേണ്ടി എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. പാവയ്ക്ക അപ്പോൾ ഞാൻ ശകലം നേരം ഉപ്പുവെള്ളത്തിൻ്റെ അകത്തിട്ടായിരുന്നു. നല്ല നാടൻ പാവയ്ക്ക കൊണ്ട് നല്ല കയ്പ്പാണ്. പിന്നെ സവോള ചേർക്കുന്നുണ്ട്. ഇത്രയും ഫാസ്റ്റായിട്ടൊന്നും അല്ല ഞാൻ സവോള അരിയുന്നത്. എനിക്ക് ഭയങ്കര പേടിയാണ് വിരലുറയില്ലാതെ സവോള അരിയാനായിട്ട്. ഞാൻ പയ്യെ വിരൽ മുറിയോന്നോർത്ത് പയ്യെയാണ് അരിയുന്നത്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഓടിച്ചു വിടുന്നതുകൊണ്ട് അങ്ങനെ കാണിക്കുന്നതാണ്. പിന്നെ ഇങ്ങേപ്പുറത്ത് അടുപ്പിൽ തേങ്ങ വറുക്കാനായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അതും നല്ലപോലെ വറുത്ത് കൊടുക്കുന്നുണ്ട്. പാവയ്ക്ക തീയലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ തീയലെന്ന് വെച്ചാൽ വെള്ളം തൊടാതെ നമ്മൾ സദ്യക്കൊക്കെ എടുക്കുന്ന കറിയാണല്ലോ. ഇത് കുറച്ചൊരു വറുത്തരച്ച കറി പോലെ ഇച്ചിരി വെള്ളം നീട്ടിയുള്ള കറിയാണ് വെക്കുന്നത്. അപ്പോൾ തീയൽ എന്ന് പറയാൻ പറ്റത്തില്ല, പാവയ്ക്ക വറുത്തരച്ചതെന്ന് പറയാവേ. അപ്പോൾ തേങ്ങ മൂത്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് അതൊന്ന് ആറാൻ വെച്ച്, പിന്നെ പാവയ്ക്കകത്ത് പുളിവെള്ളം ഒഴിച്ച് അതും ഒന്ന് വേകാൻ വെച്ച്. അപ്പോൾ ആ നേരത്തിന് കുറച്ച് പൊട്ടിച്ചിടാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഉഴുന്നും വൻപയറൊക്കെ. അപ്പോൾ അതൊക്കെ കവറിൽ തന്നെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഭരണി ക്ലീൻ ആക്കിയിട്ട് ഇതുവരെ എടുത്ത് വെക്കാൻ പറ്റിയില്ല. കവറിൽ തന്നെ ഇട്ട് ബക്കറ്റിൽ വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഓർത്തെന്നാൽ ഭരണിക്കകത്തെല്ലാം ഇട്ട് വെച്ചേക്കാമെന്ന് ഓർത്ത് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ ഭരണിയിലാണ് ഇട്ട് വെക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇട്ട് വെച്ച് പിന്നെ നാളെ സാമ്പാർ വെക്കാനുള്ള പച്ചക്കറിയും കൂടെ അരിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അരിഞ്ഞ് വെക്കുമ്പോൾ എനിക്ക് എളുപ്പമാണല്ലോ. അപ്പോൾ അതുവേണ്ടി അത് അരിഞ്ഞൊരു ബോക്സിനകത്താക്കി അതും വെക്കുന്നുണ്ട്. പച്ചക്കറി മേടിച്ചാൽ പെട്ടെന്ന് അത് ചീത്തയായി പോവുക. അതുകൊണ്ട് ഞാനിപ്പം മാക്സിമം എല്ലാം അരിഞ്ഞ് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൻ്റെ അകത്താക്കി വെക്കും. അപ്പോൾ അതുകൊണ്ട് വലുതായിട്ട് കംപ്ലൈൻറ്റ് ആവുന്നില്ലേ. പിന്നെ പപ്പടവും കൂടെ പൊരിക്കുന്നുണ്ട്. പപ്പടം ഞാൻ മിക്കവാറും ലാസ്റ്റത്തേക്ക് മാറ്റി വെക്കുവേ. അപ്പോൾ പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ എനിക്ക് പപ്പടം പൊരിക്കാൻ ഭയങ്കര മടിയാണ്. പപ്പടം ഞാൻ പൊരിക്കത്തില്ല, പപ്പടം സ്കിപ്പ് ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ ആലോചിച്ച് പണിയുടെ ഒപ്പം തന്നെ പപ്പടവും കൂടെ പൊരിച്ച് വെച്ചാൽ പിന്നെ ആ ഒരു മടി മാറി കിട്ടുമല്ലോ എന്ന് ഓർത്ത് പപ്പടം ആ കൂടെ തന്നെ പൊരിക്കുന്നുണ്ട്. ഒരു കണക്കിന് നോക്കുവാണെങ്കിൽ സ്കൂൾ തുറക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. കാരണം അതാകുമ്പോൾ എൻ്റെ ജോലികളൊക്കെ രാവിലെ തന്നെ തീരും. മക്കൾ സ്കൂളിൽ പോകുന്ന ആ ഒപ്പന തന്നെ എൻ്റെ ജോലികൾ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീയാണ്. പിന്നെ ക്ലീനിങ്, വാഷിങ്, പിന്നെ സെൽഫ് കെയർ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും. പിന്നെ അവർ വരുന്ന സമയത്ത് ചായയും അതിനുള്ള കടിയൊക്കെ ഉണ്ടാക്കണം, അങ്ങനെയുള്ള തിരക്കൊക്കെ ഉള്ളു. ഉച്ചയ്ക്കൊക്കെ നല്ല ഫ്രീ ആണ്. കാരണം രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ ഒരുമാതിരി ജോലികളെല്ലാം തന്നെ നല്ലൊരു ആക്റ്റീവാണ് ആ ഒരു ടൈമിൽ.
ഇങ്ങനെ മടി പിടിച്ചിങ്ങനെ ഉറങ്ങുന്ന ഭയങ്കര ഇതാണ്. നമുക്ക് എണീറ്റ് വരുമ്പോൾ തന്നെ ഒരു ഉറക്കച്ചടവും ജോലി ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു മാങ്ങാ ചമ്മന്തിയും കൂടെ അരിക്കുന്നുണ്ട്. ഞാൻ ആദ്യം ഓർത്ത് ഉണക്കമീൻ ചമ്മന്തി ഉണ്ടാക്കാവുന്നതെന്ന്. അപ്പോൾ എൻ്റെ ഒരു വിചാരം നാളെ സൺഡേ ആയിരിക്കും. സൺഡേ ആണെങ്കിൽ ബീഫോ ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉണക്കമീൻ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്തായാലും കുറച്ചേറെ ഉണ്ടാക്കും. അപ്പം നാളെ അത് വേണ്ടല്ലോ, പിന്നെ അത് വേസ്റ്റ് ആകും. എന്തായാലും സൺഡേ നമ്മൾ ബീഫോ ചിക്കനോ ഒക്കെ മേടിക്കുമ്പോൾ തിങ്കളാഴ്ചത്തേനും കൂടെ കാണും. അപ്പോൾ പിന്നെ ആ ചമ്മന്തി ഉണ്ടാക്കി അത് വേസ്റ്റ് ആവുമല്ലോ. എന്നാൽ പിന്നെ പെട്ടെന്ന് മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് ആലോചിച്ച് അത് കഴിഞ്ഞപ്പോഴാലോചിച്ച് അയ്യോ നാളെ ശനിയാഴ്ചയാണല്ലോ, എനിക്ക് തെറ്റ് പറ്റിയതാണല്ലോ എന്ന്. അങ്ങനെ മാങ്ങാ ചമ്മന്തിയൊക്കെ നല്ലപോലെ അരച്ച് നല്ല അടിപൊളി, നല്ല ഒരുപാട് പുളിയുമില്ല എന്നാൽ തീരെ പുളി കുറവും അല്ലാത്ത മാങ്ങയായിരുന്നു. അടിപൊളി ഒരു മാങ്ങാ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടേ. പിന്നെ ഫ്രിഡ്ജിൽ വറക്കാനായിട്ട് കുറച്ച് കിളിമീൻ ഇരിപ്പുണ്ട്. അപ്പോൾ അത് മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതും എടുത്ത് വറക്കണേ. അപ്പോൾ പാവയ്ക്ക ഒരുവിധം വെന്ത്, പിന്നെ അതിലേക്ക് ഇനി അരപ്പൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ വറുത്തരച്ച പാവയ്ക്കക്കറി എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും നല്ല ടേസ്റ്റിയാണ്, തീയലിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ്. അങ്ങനെ അതും സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ദാഹം വന്നു. പിന്നെ പെട്ടെന്ന് വലിയ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നാരങ്ങ വെള്ളമൊന്നുമല്ല, സിമ്പിളായിട്ടുണ്ട് നാരങ്ങ വെള്ളം പെട്ടെന്ന് ഉണ്ടാക്കി എനിക്ക് മക്കൾക്ക് കുടിക്കാനായിട്ട്. അപ്പോൾ അടുക്കളയിലെ ജോലിയൊക്കെ, മീൻ വറുക്കുന്നതിനോട് ജോലിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ കുളിയും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞു. തുണിയൊക്കെ കഴുകി എല്ലാം ഇട്ടു. പിന്നെ സമാധാനമായിട്ട് വന്ന് ചോറിനാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനു വേണ്ടി ചോറൊക്കെ വിളമ്പി എടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഒട്ടും ആർഭാടമില്ലാത്തവരും സിമ്പിളായിട്ടുള്ള കറികളൊക്കെയായിരുന്നു ഇന്ന്. ഇങ്ങനെ ജോലികളെല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് സമാധാനമായിട്ട് ചോറുണ്ണുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, ആഹാ, ഭയങ്കര സന്തോഷം. എല്ലാ ദിവസവും അങ്ങനെയൊക്കെ തന്നെയാണ്. ചില ദിവസങ്ങളിൽ കുളി വൈകുന്നേരത്തേന് മാറ്റും. എന്നാലും കഴിവതും എല്ലാ ദിവസവും തന്നെ നേരത്തെ തന്നെ കുളിക്കാറുണ്ട്. അപ്പോൾ ഇനി ഞാനും മക്കളും സമാധാനമായിട്ട് ചോറുണ്ണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം ടാറ്റാ, ബൈ ബൈ.